നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ LDF-നോടും അതുപോലെ തന്നെ CPIM-നോടും ചോദിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ നേരിട്ട് എതിരാളികൾ ഉന്നയിക്കുന്നതല്ല. എന്നാൽ ഈ ചോദ്യങ്ങൾക്ക് പിന്നിൽ എതിരാളികളുടെ താല്പര്യം തന്നെയാണ് നിലനിൽക്കുന്നത്. അത് വികസനം ഒരു അരാഷ്ട്രീയ സങ്കല്പമല്ലേ, LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന മുദ്രാവാക്യം തന്നെ ഇടതുപക്ഷത്തിന്റെ ദൗർബല്യം ഒളിച്ചു വയ്ക്കുന്നതല്ലേ, തുടർഭരണം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ പ്രത്യേകിച്ചും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ ദുർബലമാക്കില്ലേ, പ്രതിപക്ഷത്തിരിക്കുന്നതല്ലേ പാർട്ടി ശക്തിപ്പെടുത്താനും പാർട്ടി മിഷണറി മെച്ചപ്പെടുത്താനും ഒക്കെ സഹായകമാവുക തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉന്നയിക്കപ്പെടാറുള്ളത്. യഥാർത്ഥത്തിൽ വികസനം എന്ന് പറയുന്നത് ഒരു അരാഷ്ട്രീയ സങ്കല്പമേ അല്ല. അടിസ്ഥാന ഘടനയാണ് ഉപരിഘടനയെയും അതുപോലെ തന്നെ സാമൂഹ്യ ബന്ധങ്ങളെയും നിർണ്ണയിക്കുന്നത് എന്നാണ് മാർക്സ് പറയുന്നത്. ബൂർഷ്വാ വികസനം യഥാർത്ഥത്തിൽ ഒരു ജനവിരുദ്ധ, തൊഴിലാളി വിരുദ്ധ, ചൂഷണത്തിനുള്ള ഒരു സംവിധാനം തന്നെയാണ് എന്ന കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല. ഇന്ത്യ പോലെ ഒരു ക്യാപിറ്റലിസ്റ്റിക് നേഷൻ, ഒരു മുതലാളിത്ത രാജ്യത്ത്, ഒരു സംസ്ഥാനത്ത് മാത്രമായി മുതലാളിത്ത വിരുദ്ധമായിട്ടുള്ള ഒരു വികസന തന്ത്രം രൂപപ്പെടുത്താൻ കഴിയുകയുമില്ല. അപ്പോൾ പ്രായോഗികമായി എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനക്ഷേമകരമാക്കി മാറ്റാൻ കഴിയുക എന്ന ഒരു പ്രായോഗിക സമീപനമാണ് ഇടതുപക്ഷം സ്വീകരിക്കുന്നത്. ദേശീയ അടിസ്ഥാനത്തിൽ വളർച്ച എന്നത് സാമ്പത്തിക വളർച്ചയാണ്. അതിൽ പലപ്പോഴും തൊഴിൽ ഇല്ലായ്മ സൃഷ്ടിക്കുന്നതുമാണ്. ജോബ്ലെസ് ഗ്രോത്ത് എന്നൊക്കെയാണ് പറയുക. കൃത്യമായി സ്വകാര്യവൽക്കരിക്കുകയും മൂലധന താല്പര്യങ്ങൾക്ക് വേണ്ടി കാര്യങ്ങളെ ഉപയോഗിക്കുകയും ചെയ്യുക എന്നതാണ് ബൂർഷ്വാ വികസന സങ്കല്പം തന്നെ. അത് അടിസ്ഥാനപരമായി ചൂഷണപരവുമാണ്. എന്നാൽ കേരളത്തിൽ ഈ ദേശീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെ അതിനുള്ളിൽ നിന്ന് ജനക്ഷേമകരമായ, ജനങ്ങൾക്ക് ആശ്വാസം പകരുന്ന നിരവധി പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നുണ്ട് എന്നത് കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇപ്പോൾ കേരളത്തിൽ അതിദാരിദ്ര്യം മുക്തമാകുന്നു. അതൊരു ചെറിയ നേട്ടമല്ല. ആ നേട്ടം ഈ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് സാധിക്കുന്നത്. സാധാരണ ജനങ്ങൾക്ക് ജീവിച്ചു പോകാൻ കഴിയുന്ന രൂപത്തിൽ ചില സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നു. കേരളത്തിൽ 64 ലക്ഷം പേർക്കാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്നത്. അതൊരു ചെറിയ നേട്ടമല്ല. അത് ഈ ഭരണത്തിന്റെ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യുന്നതാണ്. ഒരു വശത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്ന നയമാണ് ദേശീയ അടിസ്ഥാനത്തിൽ നടപ്പാക്കുന്നതെങ്കിൽ കേരളത്തിൽ നേരെ തിരിച്ച് പുതിയ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്ന നയമാണ് സ്വീകരിക്കുന്നത്. കേരളം മുന്നോട്ട് വയ്ക്കുന്ന സംരംഭകത്വ സമീപനം തന്നെ തൊഴിൽ സൃഷ്ടിക്കുന്ന സമീപനമാണ്. ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ വിവിധ സംരംഭങ്ങളിലൂടെ ഏകദേശം 7-7.5 ലക്ഷത്തോളം പുതിയ തൊഴിലവസരങ്ങളാണ് കേരളത്തിൽ രൂപം കൊണ്ടത്. ഇത് ഒരു ചെറിയ നേട്ടമല്ല. അപ്പം ഭരണം എന്നത് അതിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസനം, ഇതൊക്കെ തന്നെ എങ്ങനെയാണ് ജനക്ഷേമത്തിന് ഉതകുന്ന രൂപത്തിൽ ഉപയോഗിക്കുക എന്നതിന്റെ പരീക്ഷണമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭരണത്തിൽ ഇരിക്കുന്നത് ഇടതുപക്ഷം ദുർബലമാകും എന്ന ചർച്ചയ്ക്ക് പോലും പ്രസക്തിയില്ലാത്തതാണ്. ഇപ്പൊ ബംഗാളിൽ തുടർച്ചയായി 10-32 വർഷം അധികാരത്തിലിരുന്ന CPM അധികാരത്തിൽ നിന്ന് പുറത്തു പോവുകയും പാർട്ടി ദുർബലപ്പെടുകയും ചെയ്തത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതുപോലെ ബംഗാളിലെ പോലെ കേരളത്തിൽ സംഭവിക്കില്ലേ എന്ന് ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ ഭരണപരമായ പരാജയങ്ങളെക്കാൾ കൂടുതൽ പാർട്ടി സംഘടനാപരമായിട്ടുണ്ടായിട്ടുള്ള ദൗർബല്യങ്ങളാണ് ബംഗാളിലെ ഈ തകർച്ചയ്ക്ക് കാരണം. അതോടൊപ്പം തന്നെ തൃണമൂൽ കോൺഗ്രസ്, മൗദൂദി, അതുപോലെ തന്നെ തീവ്ര ഇടതുപക്ഷ സംഘടനകൾ തുടങ്ങി വിവിധ ഘടകങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് സിംഗൂരിലെ അതുപോലെ തന്നെ നന്ദിഗ്രാമിലെയൊക്കെ തന്നെ ഭൂമി ഏറ്റെടുക്കലിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള വിപുലമായ ഒരു ക്യാമ്പയിന്റെയും കൂടി പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ബംഗാളിൽ ഭരണം നഷ്ടപ്പെടുന്നതിനും അതുവഴി പാർട്ടി ക്ഷീണത്തിലേക്ക് പോകുന്നതിനും കാരണമായത്. അത് അതേ നിലയ്ക്ക് കേരളത്തിൽ ആവർത്തിക്കാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒന്ന്, ബംഗാളിലെ പാഠം കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പാർട്ടിയാണ് കേരളത്തിലുള്ളത്. ഒന്ന്. രണ്ട്, ജനങ്ങളുമായി നിരന്തരം ഇടപഴകുകയും സ്വയം വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയും ചെയ്യാൻ കേരളത്തിലെ പാർട്ടിക്ക് കഴിയുന്നുണ്ട് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പാർട്ടി ദുർബലമായി പോകും എന്ന നിലയ്ക്ക് ഇക്കാര്യത്തെ കാണാൻ കഴിയില്ല. പിന്നെ വളരെ ലളിതമായൊരു ചോദ്യമുണ്ട്. ഭരണം ജനങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? തുടർഭരണം വേണമോ വേണ്ടയോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അവർക്ക് ഈ ഭരണം ഗുണകരമായിരുന്നുവോ? അവരുടെ ജീവിത പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഈ ഭരണം സഹായിച്ചുവോ? കേരളത്തിന്റെ പൊതുവികസനത്തിന് ഈ ഭരണം സഹായിച്ചുവോ? സാധാരണക്കാരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് ഈ ഭരണം സഹായിച്ചുവോ? സ്കൂളുകൾ മെച്ചപ്പെടുത്തുന്നതിന് ഈ ഭരണം സഹായിച്ചുവോ? ആരോഗ്യ മേഖല മെച്ചപ്പെടുത്തുന്നതിന് ഈ ഭരണം സഹായിച്ചുവോ? അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഈ ഭരണം സഹായിച്ചുവോ? തുടങ്ങിയിട്ടുള്ള നിരവധി ചോദ്യങ്ങളാണ് യഥാർത്ഥ ജനങ്ങൾ തുടർഭരണം വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നതിൽ
ആശ്രയിക്കുന്നത്. പാർട്ടി ദുർബലപ്പെടുമോ മെച്ചപ്പെടുമോ എന്നത് പാർട്ടി പ്രവർത്തകരുടെ മാത്രം പ്രശ്നമാണ്. അത് പരിഹരിക്കേണ്ടത് പാർട്ടിയുമാണ്. ജനങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ജനക്ഷേമകരമായ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റാണ്. ആ ഗവൺമെന്റിന്റെ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രശ്നം. അങ്ങനെ ഭരണം തുടരുന്നൊരു സാഹചര്യത്തിൽ അത് തീർച്ചയായും ജനകീയ ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താനും ഭരണത്തിന്റെ സാധ്യതകളെ കൂടി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിക്ക് കൂടുതൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താനുമുള്ള ഒരു ഘടകമായി തീരും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് വികസനത്തെ സംബന്ധിച്ച്, അതുപോലെ തന്നെ പാർട്ടിയെ സംബന്ധിച്ച്, കേരളത്തിന്റെ പൊതുവികസനത്തെ സംബന്ധിച്ച് ഒക്കെ തന്നെ കൃത്യമായൊരു സമീപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അത് ദേശീയ അടിസ്ഥാനത്തിലുള്ള ബൂർഷ്വാ വികസന തന്ത്രത്തിന് ബദലായി, എന്നാൽ അതിൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ഭരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിൽ നിന്നാണ്. ആ ആത്മവിശ്വാസമാണ് യഥാർത്ഥത്തിൽ LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന ചോദ്യത്തിന് പിന്നിലുള്ളത്. ആ ചോദ്യം കൃത്യമായി ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തന്നെയാണ് തോന്നുന്നത്.